ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ. നമ്മുടെ പാരൻസിനോ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം. ഒരു ചാർട്ട് പേപ്പറോ ഒരു ബുക്കിൻ്റെ ബൈൻഡ് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ 2 സർക്കിൾസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാത്തവർ വിഷമിക്കണം. നമ്മുടെ വീട്ടിൽ എണ്ണയൊക്കെ മേടിക്കുന്ന ഒരു കുപ്പിയിൽ അതിലൊരു പഴയ കുപ്പി എടുത്തിട്ട് നമ്മുടെ അളവിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2 എഡ്ജസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് സെലോ ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സർക്കിളിൻ്റെ ഒരു സർക്കിൾ എടുത്തിട്ട് പേസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, അതിൽ കൂടി ത്രെഡ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ അതിൻ്റെ മേലിൽ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നൂല് കെട്ടായി പോകാൻ പാടില്ല. ഇനി ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ വിഷമിക്കണം. നമുക്ക് ഉടനെ തന്നെ സ്റ്റിക്കേഴ്സ് ചെയ്യുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ അത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇനി നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ത്രെഡിനെ മറ്റേ എൻഡ് എടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പണി കഴിഞ്ഞു. സ്റ്റിക്ക് ചെയ്യണം. പിന്നെ തെർമോക്കോൾ ബോൾസ് ഇട്ടാൻ മറന്നുമല്ലോ കേട്ടോ. ഇനി കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറോ ടേപ്പോ റിബണോ എന്തെങ്കിലും എടുത്തിട്ട് 2 സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു നൂല് കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണി